ഇൻകം ടാക്സ് ഫയൽ ചെയ്യൽ നിർബന്ധമായ കേസ് 1 കോടിയിലധികം നമ്മുടെ കറണ്ട് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് വന്നിട്ടുണ്ട് ഒരു വർഷം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബിൽ 1 ലക്ഷത്തിൽ കൂടുതൽ അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഫോറിൻ ട്രാവലുമായി ബന്ധപ്പെട്ട് 2 ലക്ഷത്തിൽ കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ TDS TCS ഒക്കെ 25,000-ൽ കൂടുതൽ ആരെങ്കിലും നമ്മുടെ അടുത്ത് നിന്ന് പിടിച്ചതുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് TDS വൺസ് പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി ടാക്സ് പിടിച്ചല്ലോ, ഈ ഫയൽ ചെയ്യണ്ടല്ലോ എന്ന് കരുതി നിൽക്കാൻ പറ്റില്ല. പക്ഷെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യൽ നിർബന്ധമായിട്ടും വരും ഈ കേസുകളിൽ. അതുപോലെ തന്നെ നമ്മുടെ ടോട്ടൽ ബിസിനസ് റെസിപ്റ്റ് കഴിഞ്ഞ വർഷം 60 ലക്ഷത്തിന്റെ മുകളിലുണ്ട്. അതുപോലെ തന്നെ പ്രൊഫഷൻ ആണെന്നുണ്ടെങ്കിൽ 10 ലക്ഷത്തിൽ കൂടുതലുണ്ട് ഇങ്ങനത്തെ കേസുകളിൽ. അതുപോലെ തന്നെ നമ്മുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് SBI അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോൾ അതിൽ 50 ലക്ഷത്തിലധികം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കേസുകളിലൊക്കെ എന്താണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യൽ നിർബന്ധമാണ്. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത കേസുകളിലും ചിലപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് നമ്മൾ റെക്കമെൻഡ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ TDS ചില എമൗണ്ടുകൾ ചെറിയ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ, ഈവൻ വലിയ എമൗണ്ട് ആണെങ്കിലും പോലും ചിലപ്പോൾ നമ്മുടെ ഒരു FD ഉണ്ടെന്നുണ്ടെങ്കിൽ FD നമ്മൾ പിൻവലിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആ വർഷത്തെ FDയിലുള്ള നമ്മുടെ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും, അതിൽ നിന്ന് TDS പിടിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡെപ്പോസിറ്റുമായി ബന്ധപ്പെട്ട്, നമ്മുടെ വാഹനം പർച്ചേസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ചിലതൊന്നും TDS നമ്മൾ നോട്ട് ചെയ്തോളണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ഹജ്ജിന്റെ ട്രാവലിംഗ് ഒക്കെ ആയി ബന്ധപ്പെട്ടൊക്കെ ചില പേയ്മെന്റുകളിലൊക്കെ TDS പിടിക്കുന്നുണ്ട്. അപ്പൊ ഇതിലൊന്നും പിടിച്ചത് ചിലപ്പോൾ നമ്മൾ അറിയില്ല. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ വൺസ് ഇൻകം ടാക്സിന്റെ സൈറ്റിലൊക്കെ കയറി അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്താലേ ചിലപ്പോൾ നമ്മൾ അറിയുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ രീതിയിലുള്ള ഡിഡക്ഷൻസും നമുക്ക് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും. പിന്നെ നമ്മുടെ ലോണിന്റെ പർപ്പസിന്, വിസ ആപ്ലിക്കേഷൻസിന് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, വിസ ആപ്ലിക്കേഷൻ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്ത റിപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് സൗകര്യമാണ്. ലോണിനൊക്കെ എപ്പോഴും ആവശ്യപ്പെടുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു വർഷത്തിൽ ഒരു ക്യാപിറ്റൽ ഗെയിൻ ആയി ബന്ധപ്പെട്ട് ലോസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ ലോസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ലോസ് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഈ വർഷം ഫയൽ ചെയ്താലേ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ. വൺസ് ക്യാരി ഫോർവേഡ് ചെയ്താൽ അടുത്ത വർഷം നമുക്ക് ഇൻകം ആണ് അടക്കാൻ വരുന്നുണ്ടെങ്കിൽ പോലും അത് വെച്ച് ഈ വർഷത്തെ ലോസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ എല്ലായിടത്തും ഇതൊക്കെ നമ്മൾ ഇൻകം പ്രൂഫ് എന്ന് പറയാം. ഇപ്പൊ ലോണിനാണെങ്കിൽ ഇതൊരു ഇൻകം പ്രൂഫാണ്. അതുപോലെ തന്നെ വിസയുടെ പർപ്പസിനാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഇൻകം പ്രൂഫാണ്. ഇങ്ങനെ എവിടെയൊക്കെ നമ്മുടെ ഇൻകത്തിന്റെ പ്രൂഫ് നമുക്ക് കാണിക്കേണ്ടതായിട്ട് നമുക്ക് വരുമോ, അല്ലെങ്കിൽ ഇൻകത്തിന്റെ പ്രൂഫായിട്ട് നമ്മൾ എവിടെയെങ്കിലും നമുക്ക് ഏതെങ്കിലും രീതിയിൽ കാണിക്കേണ്ട ആവശ്യം വരുന്നിടത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻകം ടാക്സ് റിട്ടേൺ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്രയോജനപ്പെടും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ് 2 വർഷം കഴിഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ബിസിനസ്സിലേക്ക് നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എവിടുന്ന് ഫണ്ട് എന്നുള്ളത് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ ഈ ഫണ്ടിന് സോഴ്സ് ഉണ്ടാവില്ല. പക്ഷെ ഈ വർഷം നിങ്ങൾ ഇപ്പൊ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഇത്ര ഇൻകം ഉണ്ട് എന്നുള്ളതിന്റെ ഒരു പ്രൂഫായിട്ട് ഇതവിടെ നിൽക്കും. ഈ രീതിയിലൊക്കെ നമുക്ക്